Good afternoon, all of you, and welcome to the world of statistics. So, ഇന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട് ബിക്കോസ് നമ്മൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് ആൻഡ് വിതൗട്ട് റീപ്ലേസ്മെന്റ് കുറച്ച് തിയറട്ടിക്കൽ കോൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞു. കുറച്ചല്ല, എല്ലാ തിയറട്ടിക്കൽ കോൺസെപ്റ്റും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിനകത്തൊരു ചെറിയ രണ്ട് പോർഷൻസ് പെൻഡിങ് ആയിട്ടുണ്ട്. ഒന്ന് എസ്റ്റിമേഷൻ ഓഫ് പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ ആൻഡ് സെക്കൻഡ് വൺ ഇസ് ദ എസ്റ്റിമേഷൻ ഓഫ് സാമ്പിൾ സൈസ്. ഇങ്ങനെ രണ്ട് കോൺസെപ്റ്റ് നമുക്ക് അതിൽ പെൻഡിങ് ഉണ്ട്. അത് നമ്മൾ ഇന്ന് പറയും. ആൻഡ് സം ക്വസ്റ്റ്യൻസും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും. അങ്ങനെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ലൈക്ക് ഇൻവെസ്റ്റിഗേറ്റർ എക്സ്പെക്ട് ചെയ്യണ്ട. എന്നാലും ക്വസ്റ്റ്യൻ ഭയങ്കര ഇതായിട്ട് തോന്നിയാലും ആൻസർ വളരെ സിമ്പിൾ ആയിരിക്കും ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ. ഓക്കെ, സോ കഴിഞ്ഞ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസിലെ തിയറട്ടിക്കൽ കോൺസെപ്റ്റ് എല്ലാവരും പഠിച്ചു വെച്ചു എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നതിന് മുന്നേ ബാക്കിയുള്ള കുറച്ച് പെൻഡിങ് തിയറി പറയാം. അതായത് നമുക്കിനി പെൻഡിങ് ഉള്ളത് എസ്റ്റിമേഷൻ ഓഫ് പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ ആണ്. നമ്മൾ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് ആൻഡ് വിതൗട്ട് റീപ്ലേസ്മെന്റ് വളരെ ഡീപ്പ് ആയിട്ട് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എല്ലാം തന്നെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. സോ നൗ വി ഹാവ് എസ്റ്റിമേഷൻ ഓഫ് പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ. എസ്റ്റിമേഷൻ ഓഫ് പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ക്യാപിറ്റൽ എൻ യൂണിറ്റ് ഉള്ള എൻ പോപ്പുലേഷൻ എൻ യൂണിറ്റ്സ് ഉള്ള ഒരു പോപ്പുലേഷൻ ഉണ്ടായിരുന്നു. സോ കൺസിഡർ വി ഹാവ് ടു ആട്രിബ്യൂട്ട്സ്. നമുക്കിവിടെ രണ്ട് ആട്രിബ്യൂട്ട്സ് ഉണ്ട് എന്ന് വിചാരിക്കാം. രണ്ട് ആട്രിബ്യൂട്ടുകൾ ഉണ്ട് എന്ന് വിചാരിക്കാം. അതായത് നമ്മൾ ആ പോപ്പുലേഷനെ രണ്ട് ആട്രിബ്യൂട്ട്സ് ആയിട്ട് തിരിച്ചു. ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഈ ആട്രിബ്യൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് പൊസസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയാണ് നമ്മൾ ഒരു ആട്രിബ്യൂട്ട് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഒരു പോപ്പുലേഷൻ അകത്ത് സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർ, സ്മോക്ക് ചെയ്യാത്ത ആൾക്കാർ, സോ സ്മോക്കേഴ്സ് ആർ നോൺ സ്മോക്കേഴ്സ് ആർ ടു ആട്രിബ്യൂട്ട്സ് അല്ലെ. അതായത് എന്തെങ്കിലും ഒരു കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് പൊസസ് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് ഒരു ആട്രിബ്യൂട്ട് എന്ന് വിളിക്കാം. ഇനി ഫസ്റ്റ് ആട്രിബ്യൂട്ടില് ക്യാപിറ്റൽ എൻ ആൾക്കാരും ക്യാപിറ്റൽ N1 ആൾക്കാരും സെക്കൻഡ് ആട്രിബ്യൂട്ടില് ക്യാപിറ്റൽ N2 ആൾക്കാരും ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ആട്രിബ്യൂട്ട് സൈസ് N1, സെക്കൻഡ് ആട്രിബ്യൂട്ട് സൈസ് N2. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ആട്രിബ്യൂട്ടിന്റെ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ എന്തായിരിക്കും? N1 by small n1 എന്ന് വെച്ചാൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് വിത്ത് സം ക്യാരക്ടറിസ്റ്റിക് ഇൻ ദ പോപ്പുലേഷൻ ബൈ ടോട്ടൽ യൂണിറ്റ്സ് ഇൻ ദാറ്റ് പോപ്പുലേഷൻ. അതായത് ഈ പോപ്പുലേഷനിൽ ഒരു സ്പെസിഫിക് ക്യാരക്ടേഴ്സ് പൊസസ് ചെയ്യുന്ന നമ്പർ ഓഫ് യൂണിറ്റ് ബൈ ടോട്ടൽ. ഒരു സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ് പൊസസ് ചെയ്യുന്ന നമ്പർ ഓഫ് യൂണിറ്റ്സ് ബൈ ടോട്ടൽ. ദാറ്റ് ഇസ് പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ. അപ്പോൾ സെക്കൻഡ് ആട്രിബ്യൂട്ട് ആവുമ്പോൾ P is equal to N2 by N വരും. ഇപ്പൊ രണ്ടും കൂടി പറയേണ്ട ആവശ്യമില്ല, നമുക്കിപ്പോ തൽക്കാലം ഒരെണ്ണം വെച്ച് പറഞ്ഞാൽ മതി. ഓക്കെ, സോ ഇറ്റ് ഇസ് പ്രൊപ്പോർഷൻ. എന്തെങ്കിലും ഒരു സാധനത്തിന്റെ പ്രൊപ്പോർഷൻ, എന്തെങ്കിലും ഒരു സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സിന്റെ പ്രൊപ്പോർഷൻ. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ടത് എന്താണ് ഇതിന്റെ എസ്റ്റിമേറ്റ്. പോപ്പുലേഷൻ പ്രൊപ്പോർഷന്റെ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ സാമ്പിൾ മീനും സാമ്പിൾ വേരിയൻസും ഒക്കെ പറയുന്ന പോലെ തന്നെ സാമ്പിൾ പ്രൊപ്പോർഷൻ ആണ്. സാമ്പിൾ പ്രൊപ്പോർഷൻ ആണ് എന്ത്? പോപ്പുലേഷൻ പ്രൊപ്പോർഷന്റെ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അതായത് ആ സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക് പൊസസ് ചെയ്യുന്ന നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻ ദ സാമ്പിൾ. അതായത് ഈ ഒരു ആട്രിബ്യൂട്ട് ഉണ്ടല്ലോ N1 ഇൻഡിവിജ്വൽസിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന ആ ആട്രിബ്യൂട്ടിൽ നിന്ന് ഒരു ചെറിയ സാമ്പിൾ എടുത്താൽ മതി. N1 സൈസുള്ള ഒരു സാമ്പിൾ എടുത്താൽ മതി, അല്ലെങ്കിൽ സ്മോൾ n സൈസുള്ള ഒരു സാമ്പിൾ എടുത്താൽ മതി. അപ്പോൾ അതിന്റെ അവിടെ ആ ഒരു സാമ്പിളില് ആ സ്പെസിഫിക് ക്യാരക്ടർ പൊസസ് ചെയ്യുന്ന ആൾക്കാരെ ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ്സ് ഇൻ ദാറ്റ് സാമ്പിൾ. ദാറ്റ് ഇസ് സാമ്പിൾ പ്രൊപ്പോർഷൻ. ആ സാമ്പിൾ പ്രൊപ്പോർഷൻ ആണ് പോപ്പുലേഷൻ പ്രൊപ്പോർഷന്റെ എന്തായിട്ട് വരുന്നത്? എസ്റ്റിമേറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് എന്താ വേണ്ടത്? ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് ആണെങ്കിലും വിതൗട്ട് റീപ്ലേസ്മെന്റ് ആണെങ്കിലും this small p is an unbiased estimator of capital P. അതായത് സാമ്പിൾ പ്രൊപ്പോർഷൻ is always an unbiased estimator of population proportion. Sample proportion is an unbiased estimator of population proportion. That in both cases
സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് ആണെങ്കിലും വിതൗട്ട് റീപ്ലേസ്മെന്റ് ആണെങ്കിലും ഇറ്റ് ഇസ് ഹോൾ. ഇനി നമുക്ക് എന്താ വേണ്ടത്? വേരിയൻസ് ആണ് വേണ്ടത്. വേരിയൻസ് ഓഫ് പ്രൊപ്പോർഷൻ. വേരിയൻസ് ഓഫ് പ്രൊപ്പോർഷൻ എന്താണ്? പി ക്യൂ ബൈ സ്മോൾ എൻ. പി ക്യൂ ബൈ സ്മോൾ എൻ. അത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് പി ക്യൂ ബൈ സ്മോൾ എൻ. ഇവിടെ ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ഈ പ്രൊപ്പോർഷൻ എന്നൊക്കെ പറയുന്നത് ട്രൂലി അസോസിയേറ്റഡ് വിത്ത് ബെർണോളി ആൻഡ് ബോയ്സോൺ ആണല്ലോ, ബെർണോളി ആൻഡ് ബൈനോമിയൽ ആണല്ലോ. സോ അതുകൊണ്ട് തന്നെ ക്യൂ എന്ന് പറയുന്നത് 1 - p ആയിരിക്കും. ഓക്കെ, so variance of proportion is equal to pq by n in simple random sampling with replacement. Okay, ഇത് നമുക്ക് ഇവിടുന്ന് വേണ്ടത് covariance ആണ്. Covariance of that p is equal to root of pq by n into 1/p, which is equal to root of q by n into p. ഈ ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വയ്ക്കുക. Covariance of p is equal to square root of pq by n into 1/p, which is equal to root of q by np. അത് സോൾവ് ചെയ്തതാണ്, ചുമ്മാ വേറെ ഒന്നുമില്ല, സോൾവ് ചെയ്ത. അതായത് റൂട്ട് പി ന്യൂമറേറ്ററിലുണ്ട്, പി ഡിനോമിനേറ്ററിലുണ്ട്, ജസ്റ്റ് ക്രോസ് ഓഫ് ചെയ്തതാണ് റൂട്ട് q by np. അതായത് ഈ കോഎഫിഷ്യന്റ് വേരിയൻസിന്റെ ആവശ്യം എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടു ഫൈൻഡ് ഔട്ട് എഫക്റ്റീവ് സാമ്പിൾ സൈസ്. എഫക്റ്റീവ് സാമ്പിൾ സൈസ് ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഈ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൊവേരിയൻസ് എന്നാണോ ഞാൻ പറഞ്ഞത്? കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ആണ്, കൊവേരിയൻസ് അല്ല. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഓഫ് p is equal to square root of pq by n into 1/p, which is more useful when to find out the effective sample size. ഇനി സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിതൗട്ട് റീപ്ലേസ്മെന്റിലാണെങ്കിൽ വേരിയൻസ് ഓഫ് p എന്തായിരിക്കും? n minus n by n minus 1 into pq by n. n minus n by n minus 1 into pq by n. n minus n by n minus 1 into pq by n. Okay. ഇതിനെ അപ്രോക്സിമേറ്റ്ലി വേണമെന്നുണ്ടെങ്കിൽ 1 minus f into pq by n എന്ന് എഴുതാം. ഓർ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു pq by n എന്നും എഴുതാം. അതായത് അക്കോർഡിംഗ് ടു ദാറ്റ് സിറ്റുവേഷൻ, അതായത് നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 0.05 ഒക്കെയാണ് എഫ് വരുന്നതെങ്കിൽ നമുക്ക് അതിനെ നെഗ്ലിജിബിൾ ആക്കാമെന്ന്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ പി ക്യൂ ബൈ എൻ യൂസ് ചെയ്താൽ പെട്ടെന്ന് എഫക്റ്റീവ് സാമ്പിൾ സൈസിന്റെ ഇവാലുവേഷനിലൊക്കെ ആവശ്യം വരും. അപ്പൊ നമുക്ക് അവിടെയൊക്കെ എടുക്കാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് ഈ 3 ഇക്വേഷൻസും ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം. n minus n by n minus 1 into pq by n is approximately equal to, not directly equal to, it's just approximately equal to 1 minus f into pq by n and pq by n. Okay. ഇനി ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്താണ്? cv of p is equal to square root of q into q by np into n minus n by n minus 1. ഇത്രയും കാര്യങ്ങൾ എസ്റ്റിമേഷൻ ഓഫ് പോപ്പുലേഷൻ പ്രൊപ്പോർഷനിൽ നിന്ന് പഠിച്ചു വയ്ക്കാം. റൂട്ട് ഓഫ് q by np into n minus n by n minus 1. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഉള്ളത്, എസ്റ്റിമേഷൻ ഓഫ് പോപ്പുലേഷൻ പ്രൊപ്പോർഷനിൽ ഉള്ളത്. ഓക്കെ, സോ ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക, നമുക്ക് ആവശ്യം വരും. ഇനി നമുക്ക് ആവശ്യമുള്ളത്, ആൻഡ് നമ്മൾ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതുമായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്, ഡിറ്റർമിനേഷൻ ഓഫ് സാമ്പിൾ സൈസ്. ഡിറ്റർമിനേഷൻ ഓഫ് സാമ്പിൾ സൈസ്, അതായത് സാമ്പിൾ സൈസ് എങ്ങനെയാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്? അതായത് നമുക്കറിയാം എസ്റ്റിമേറ്റഡ് വാല്യൂ ട്രൂ വാല്യൂവിൽ നിന്ന് ഒരു ഡിഫറൻസ് കാണിക്കും, അല്ലെ? എസ്റ്റിമേറ്റഡ് വാല്യൂ ഒരു ട്രൂ വാല്യൂവിൽ നിന്ന് ഡിഫറൻസ് കാണിക്കും. അതിനെ നമുക്ക് ഒരു കോൺഫിഡൻസ് ഇന്റർവെൽ പോലെ എങ്ങനെ എഴുതാൻ പറ്റും? മോഡുലസ് ഓഫ് y bar minus capital Y bar less than or equal to d is equal to 1 minus alpha. ഇത് ആക്ച്വലി നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുന്നതാണ്, ഡിഗ്രി അല്ലെങ്കിൽ പി ജിക്കൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് സാമ്പിൾ സർവേ മെത്തേഡ്സിൽ ഈ ഒരു പ്രോബബിലിറ്റി. ശരിക്കും ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല, ഫൈനൽ ആൻസർ പഠിച്ചു വെച്ചാലും മതി, എന്നാലും ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. ദെൻ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് മോഡ് y bar minus capital Y bar less than or equal to
S into square root of n minus n by nn into t is equal to 1 minus alpha. ഇനി ഈ രണ്ട് പ്രോബബിലിറ്റിയും കൂടെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി കിട്ടും n naught is equal to ts by d the whole square. So small n is equal to n naught by 1 plus n naught by n. അതായത് ഈ രണ്ട് സംഭവങ്ങൾ മാത്രം നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. ഇതൊക്കെ ഞാൻ വെറുതെ ഒന്ന് ഇങ്ങനെയാണ് വന്നത് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം എഴുതി കാണിച്ചതാണ്. സോ n is equal to നമുക്ക് വേണ്ടത് എസ്റ്റിമേറ്റഡ് സാമ്പിൾ സൈസ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാമ്പിളിന്റെ സൈസ് ആണ് വേണ്ടത്. ആ സാമ്പിൾ സൈസ് ഇസ് ഈക്വൽ ടു n naught by 1 plus n naught by capital N. ആ n naught എന്ന് പറയുന്നത് ts by d the whole square. ഇങ്ങനെ നിൽക്കട്ടെ, നമുക്ക് ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാം, അപ്പൊ കുറച്ചും കൂടി മനസ്സിലാവും. തൽക്കാലം ഇത് ബൈഹാർട്ട് ചെയ്ത് വെക്കാം. ദെൻ ഒരു കൊഹറാൻസ് ഫോർമുല കൂടെ ഉണ്ട്, നമ്മുടെ സാമ്പിൾ സൈസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഒരു കൊഹറാൻസ് ഫോർമുല കൂടെ ഉണ്ട്, അതും കൂടെ പഠിച്ചു വെക്കാം. n is equal to z square pq by e square, where e is the marginal error. Marginal error. p യും q അറിയാലോ, പ്രൊപ്പോർഷൻ, സാമ്പിൾ പ്രൊപ്പോർഷൻ ആണ് p. q എന്ന് പറയുന്നത് 1 മൈനസ് p. അപ്പൊ ഈ കൊഹറാൻസ് ഫോർമുല കൂടെ അറിഞ്ഞിരിക്കുക. ബിക്കോസ് ഇപ്പൊ നമുക്ക് മുകളിലുള്ളതിൽ d ഒന്നും അവൈലബിൾ അല്ല, മാർജിൻ ഓഫ് എറർ ഇ ഒക്കെ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് മാറ്റി യൂസ് ചെയ്യാം. ചിലപ്പോൾ ഈ കൊഹറാൻസ് ഫോർമുല എന്താണെന്നും കൂടി ചിലപ്പോൾ ചോദിക്കാറുണ്ട്, 4 ഓപ്ഷൻസ് തന്നിട്ട്. സോ സെഡ് സ്ക്വയർ പി ക്യൂ ബൈ ഇ സ്ക്വയർ, അത് ഓർത്ത് വയ്ക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗിൽ നിന്ന് മാക്സിമം പറയാനുള്ളത്. വേറെ ഒന്നുമില്ല ഇതിനകത്ത് പറയാനായിട്ട്. ഇനി സാമ്പിൾ സൈസിന്റെ എസ്റ്റിമേഷന്റെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ പറയണം, കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ പറയണം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ആണ് പറയുന്നത്. അതിനു മുന്നേ നമുക്ക് പ്രോബ്ലംസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, for estimating the population proportion P in a class of population having capital N units, then the variance of the estimator P of P based on sample for size N. നമ്മൾ രണ്ട് വേരിയൻസിന്റെ ഇക്വേഷൻ ആണ് പഠിച്ചത്, ശരിയല്ലേ? രണ്ട് വേരിയൻസിന്റെ ഇക്വേഷൻ ആണ് പഠിച്ചത്. ഒന്ന് പി ക്യൂ ബൈ എൻ, രണ്ട് n minus n by n minus 1 into pq by n. ഈ രണ്ട് ഇക്വേഷൻ ആണ് പഠിച്ചത്. പി ക്യൂ ബൈ എൻ എന്ന് പറയുന്ന ഒരു ഇക്വേഷനേ ഇതിലില്ല. അപ്പൊ അവര് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിതൗട്ട് റീപ്ലേസ്മെന്റിന്റെ കാര്യമാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ശരിയല്ലേ? അപ്പോ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിതൗട്ട് റീപ്ലേസ്മെന്റിന്റെ കേസിൽ എന്താണ് വേരിയൻസ് ഓഫ് പി? n minus n by n minus 1 into pq by n. That is option C. അപ്പൊ ഇങ്ങനെ ചോദിക്കും, അതുകൊണ്ടാണ് ഇക്വേഷൻസ് ഒക്കെ ബൈഹാർട്ട് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, a sample of size m is drawn by simple random sampling without replacement, and the sample arithmetic mean of the values of the variable is found as x bar m. Another sample of size n is drawn by simple random sampling without replacement, and the sample arithmetic mean of the variable is found as x bar m. Then the arithmetic mean of x bar m and x bar n is found as x bar mn. Then which of the following statement is true? ഇത് ആക്ച്വലി വളരെ സിമ്പിൾ ആണ്. വായിക്കുമ്പോൾ ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ തോന്നും. അതായത് രണ്ട് സാമ്പിളുകൾ ഉണ്ട്. ആദ്യത്തെ സാമ്പിളിന്റെ സൈസ് m, രണ്ടാമത്തെ സാമ്പിളിന്റെ സൈസ് n. അതായത് ഇതൊരു സാമ്പിൾ, ഇത് രണ്ടാമത്തെ സാമ്പിൾ. ഇവിടുത്തെ സാമ്പിൾ മീൻ m, ബിക്കോസ് അവിടെ m ആൾക്കാരുണ്ട്. ഇവിടുത്തെ സാമ്പിളിന്റെ മീൻ എക്സ് ബാർ n, ബിക്കോസ് അവിടെ n യൂണിറ്റുകൾ ഉണ്ട്. ഓക്കെ, ഇനി എന്താ? The arithmetic mean of x bar m and x bar n is found as x bar mn. അതായത് എക്സ് ബാർ mn എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെയും കൂടെ അരിത്തമെറ്റിക് മീൻ ആണ്. അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുക, എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് സാമ്പിൾ എടുത്തിരിക്കുന്നത് വിതൗട്ട് റീപ്ലേസ്മെന്റിലും സെക്കൻഡ് സാമ്പിൾ എടുത്തിരിക്കുന്നത് വിത്ത് റീപ്ലേസ്മെന്റിലുമാണ്. ഫസ്റ്റ് ഓപ്ഷൻ, എക്സ് ബാർ എം ഇസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ മീൻ. എക്സ് ബാർ എം പോപ്പുലേഷൻ മീനിന്റെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണെന്ന്. ഈ എക്സ് ബാർ എം എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിതൗട്ട് റീപ്ലേസ്മെന്റിലാണ്.
അത് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റിലായാലും വിതൗട്ട് റീപ്ലേസ്മെന്റിലായാലും സാമ്പിൾ മീൻ ഈസ് ആൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ മീൻ ആണ്. സോ ഓപ്ഷൻ 1 ട്രൂ ആണ്. അങ്ങനെ തന്നെയാണ് ഓപ്ഷൻ 2 പറഞ്ഞിരിക്കുന്നത്. എക്സ് ബാർ എൻ ഇസ് ആൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ മീൻ. സോ സെക്കൻഡ് ഓപ്ഷനും ശരിയാണ്. ബിക്കോസ് വിത്ത് റീപ്ലേസ്മെന്റ് ആണെങ്കിലും വിതൗട്ട് റീപ്ലേസ്മെന്റ് ആണെങ്കിലും അൺബയാസ്ഡ് ആണ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എക്സ് ബാർ എം എൻ ഇസ് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് പോപ്പുലേഷൻ മീൻ. അതായത് രണ്ടിന്റെയും കൂടെ അരിത്തമെറ്റിക് മീനും അൺബയാസ്ഡ് ആയിരിക്കും. അതെ, അൺബയാസ്ഡ് ആണ്. അതൊരു കോൺവെക്സ് കോമ്പിനേഷൻ അല്ലേ? അപ്പൊ അൺബയാസ്ഡ് ആണ്. നമ്മൾ പറയാറുണ്ടല്ലോ രണ്ട് അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സിന്റെ കോൺവെക്സ് കോമ്പിനേഷൻ എഗെയിൻ ആൻഡ് അൺബയാസ്ഡ് ആണെന്ന്. ശരിയല്ലേ? ഒന്നുകിൽ അങ്ങനെ കാണാം. ഇനി അതല്ല നിങ്ങൾക്ക് ഇത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സൈഡിലോട്ടൊന്ന് ചെയ്ത് നോക്കാം. വെറുതെ എക്സ്പെക്ടേഷൻ എടുത്ത് നോക്കാം. എക്സ് ബാർ എം എൻ ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ എം പ്ലസ് എക്സ് ബാർ എൻ ബൈ 2. 1/2 പുറത്തെടുക്കാം. സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ എം പ്ലസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ എൻ. ഇത് ചെയ്യുമ്പോൾ എന്തായാലും എന്ത് കിട്ടും? പോപ്പുലേഷൻ മീൻ തന്നെ കിട്ടും. കാര്യം ഇത് രണ്ടും ഓൾറെഡി അൺബയസ്ഡ് ആണ്. ഇപ്പൊ പോപ്പുലേഷൻ മീനെ നമ്മളൊരു ക്യാപിറ്റൽ വൈ ബാർ എന്ന് വിളിക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ വൈ ബാർ പ്ലസ് ക്യാപിറ്റൽ വൈ ബാർ ബൈ 2 ദാറ്റ് ഇസ് ക്യാപിറ്റൽ വൈ ബാർ. എഗെയിൻ അൺബയസ്ഡ് ആണ്. കാര്യം ഓൾറെഡി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സാമ്പിൾ മീൻസ് അൺബയസ്ഡ് ആണ്. ഇനി ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. രണ്ട് അൺബയസ്ഡ് എസ്റ്റിമേറ്റേഴ്സിന്റെ കോൺവെക്സ് കോമ്പിനേഷൻ ഇസ് എഗെയിൻ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ. സോ 1, 2 and 3 കറക്റ്റ് ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ A sample of size m is drawn by simple random sampling without replacement. ഇപ്പൊ നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് സാമ്പിൾ എം സൈസുള്ള സാമ്പിൾ ചൂസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സാമ്പിൾ മീൻ x1 ബാർ ആണ്. അത് വിതൗട്ട് റീപ്ലേസ്മെന്റിലാണ്. രണ്ടാമതൊരു സാമ്പിൾ ചൂസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ മീൻ x2 ബാർ ആണ്. അതിന്റെ സാമ്പിൾ സൈസ് n ആണ്. ദെൻ ആ രണ്ട് സാമ്പിൾ മീനുകളുടെയും വേരിയൻസ് ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ എന്ത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ? അതായത് x1 ബാർ എടുത്തിട്ടുണ്ട്. അത് ഫസ്റ്റ് സാമ്പിളിന്റെ മീൻ. x2 ബാർ എടുത്തിട്ടുണ്ട്. സെക്കൻഡ് സാമ്പിളിന്റെ മീൻ. രണ്ടിന്റെയും വേരിയൻസുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒന്ന് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റും, രണ്ട് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റും. നിൽക്കട്ടെ. ഇനി ദ ക്വസ്റ്റ്യൻ ഇസ് ദാറ്റ് variance of x1 bar is more than the variance of x2 bar. x1 ബാറിന്റെ വേരിയൻസ് ആണ് x2 ബാറിന്റെ വേരിയൻസിനേക്കാളും വലുത്. രണ്ട്, വേരിയൻസ് ഓഫ് x1 is less than variance of x2 bar. മൂന്ന്, x1 bar and x2 bar variances are equal. അത് ആലോചിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് സാമ്പിൾ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് വിതൗട്ട് റീപ്ലേസ്മെന്റിലാണ്. സെക്കൻഡ് സാമ്പിൾ ചൂസ് ചെയ്തിരിക്കുന്നത് വിത്ത് റീപ്ലേസ്മെന്റിലാണ്. അത് നമ്മൾ നമ്മുടെ പ്രീവിയസ് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിതൗട്ട് റീപ്ലേസ്മെന്റ് ആണ് മോർ എഫിഷ്യന്റ്. ഈ എഫിഷ്യൻസി ഇൻ ദ സെൻസ് നമ്മൾ ചെയ്ത് കാണിച്ചതാണ് ഓൾറെഡി. എന്ത് ആദ്യത്തെ വേരിയബിലിറ്റി n മൈനസ് n ബൈ n മൈനസ് 1 ഇൻറ്റു സിഗ്മ സ്ക്വയർ ബൈ n. വിത്ത് റീപ്ലേസ്മെന്റിൻ്റെത് സിഗ്മ സ്ക്വയർ ബൈ n. എന്നിട്ട് ഇതിന്റെ ഡിഫറൻസ് എടുത്ത് കാണിച്ചു തന്നു. അപ്പൊ വേരിയബിലിറ്റി ഗ്രേറ്റർ ദാൻ 0 ആയി. അപ്പൊ നമുക്ക് മനസ്സിലായി വേരിയൻസ് ഓഫ് x1 ബാർ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിതൗട്ട് റീപ്ലേസ്മെന്റ് ലെസ് ദാൻ വേരിയൻസ് ഓഫ് x2 ബാർ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ്. അപ്പൊ വേരിയബിലിറ്റി കുറവുള്ളതാണ് മോർ എഫിഷ്യന്റ്. സോ വിതൗട്ട് റീപ്ലേസ്മെന്റിൻ്റെതാണ് മോർ എഫിഷ്യന്റ്. അതായത് x1 ബാറിന്റെ വേരിയബിലിറ്റി ആണ് കുറവ്. അപ്പൊ അത് ഏത് ഓപ്ഷനിൽ വരുമെന്ന് നോക്കിയാൽ മതി. വേരിയൻസ് ഓഫ് x1 ബാർ ഇസ് മോർ ദാൻ വേരിയൻസ് ഓഫ് x2 ബാർ. തെറ്റാണ്. കാര്യം x1 ബാർ ആണ് മോർ എഫിഷ്യന്റ്. അപ്പൊ അതിന്റെ വേരിയബിലിറ്റി ആണ് കുറഞ്ഞിരിക്കേണ്ടത്. ഇനി വേരിയൻസ് ഓഫ് x1 ബാർ ഇസ് ലെസ് ദാൻ ദ വേരിയൻസ് ഓഫ് x2 ബാർ. യെസ്, കറക്റ്റ് അല്ലേ? ബിക്കോസ് അതാണ് മോർ എഫിഷ്യന്റ്. പിന്നെ ഇക്വാലിറ്റി എന്തായാലും വരില്ല. സോ 2 ഓൺലി. രണ്ടാമത്തെ മാത്രമാണ് ശരി. കറക്റ്റ് അല്ലേ? ഇനി തേർഡ് ക്വസ്റ്റ്യൻ, a sample of size m is drawn by simple random sampling without replacement and the sample arithmetic mean of the values of the variable is found as x bar. അതായത് അതിന്റെ മീൻ
x bar m ആണ്. And also another sample of size n is drawn by simpleton sampling with replacement. Okay. And the sample arithmetic mean is x bar n. ഇനി population mean is estimated by the estimator. ഒരു estimator തന്നിട്ടുണ്ട്. Where W1 and W2 എന്ന് പറയുന്ന 2 scalars ആണ്. Then what is the condition that x bar mn is unbiased estimator? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യും? അൺബേസ്ഡ് ആവുന്ന കണ്ടീഷനേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ വെറുതെ എക്സ്പെക്ടേഷൻ എടുത്ത് നോക്കുക. അപ്പൊ നമുക്കൊരു കണ്ടീഷൻ കിട്ടും. അത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യാം. ആൻസർ കിട്ടുന്നവര് കമന്റ് ബോക്സിൽ ഡിസ്കസ് ചെയ്യാം. എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇത്രയും തിയറട്ടിക്കൽ കമ്പോണൻസ് നമ്മൾ പഠിച്ചു, കുറച്ച് പ്രോബ്ലംസ് ചെയ്തു. സോ ഒബ്വിയസ്ലി നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തരാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അതൊന്ന് ചെയ്ത് നോക്കുക. ആൻസർ കിട്ടുന്നവർ കമന്റ് ബോക്സിൽ ഇടുക. അതർവൈസ് നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഓക്കെ സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് സ്ട്രാറ്റിഫൈഡ് സ്റ്റാർട്ട് ചെയ്യാം ആൻഡ് പെട്ടെന്ന് തീർക്കാം. So wait for the next video and thank you for watching. Okay.